ഇക്കസ് ഓഫ് നിലയിലേക്ക് ഏവർക്കും സ്വാഗതം. മിഴിനില എഴുതിയ കഥ പത്മ, അധ്യായം 9. പെണ്ണെ, ഞാൻ നിന്നെയല്ലാതെ വേറൊരു കുട്ടിയെ ജീവിതത്തിലേക്ക് കൂട്ടിയാൽ എങ്ങനെയായിരിക്കും കുട്ടി നീ പ്രതികരിക്കുക? അപ്പോഴും നിനക്കെന്നോട് വെറുപ്പ് തോന്നില്ലേ? ഒരിക്കലും ജിതനെ വെറുക്കാൻ തനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞതിന് ജിതനിൽ നിന്നുണ്ടായ ചോദ്യമാണത്. നിങ്ങളെ ഞാൻ ഒരിക്കലും വെറുക്കില്ല ജിതൻ, എനിക്കതിന് സാധിക്കില്ല. എവിടെയായാലും എങ്ങനെയായാലും ആരുടെ സ്വന്തമായാലും ഒരിക്കലും നിങ്ങളെ എനിക്ക് വെറുക്കാൻ സാധിക്കില്ല ജിതൻ. കാരണം നിങ്ങളെ വെറുക്കുക എന്നാൽ ഞാൻ എന്നെ തന്നെ വെറുക്കുന്നതിന് തുല്യമാണ്. നിങ്ങളെ ഞാൻ എൻ്റെ ആത്മാവിലേക്കാണ് ചേർത്ത് വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കിനിയും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. മറുപടി പറയാൻ അവൾക്കൊട്ടും മമാന്തമുണ്ടായില്ല. ആ മറുപടിയിൽ അയാൾ അവൾക്ക് മുന്നിൽ കൈകൂപ്പിപ്പോയിരുന്നു. ഞാൻ നിന്നെ ഒന്ന് പുണർന്നോട്ടെ കുട്ടി. അപേക്ഷ പോലെ അയാളിൽ നിന്നും പുറത്തു വന്ന വാക്കുകൾ അവളിലൊരു കോരിത്തിരിപ്പുണ്ടാക്കി. പ്രണയിക്കുന്ന പുരുഷനിലേക്ക് തൻ്റെ ശരീരം ചേർത്ത് വയ്ക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത നിർവൃതിയിലായിരുന്നു അവൾ. കാമത്തിൻ്റെ ഒരു കണിക പോലും കലരാത്ത ആലിംഗനം. തൻ്റെ തോളിലറിഞ്ഞ ജിതൻ്റെ കണ്ണുനീരിൻ്റെ ചൂടിലാണ് അയാൾ കരയുകയാണെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടത്. അയാളിൽ നിന്നും അകന്നു മാറി നിൽക്കുമ്പോൾ കണ്ടു, ആ കലങ്ങിയ കണ്ണുകൾ തന്നിൽ നിന്നും മറയ്ക്കാനെന്ന പോലെ ഉടുത്തിരുന്ന മുണ്ടിൻ്റെ തുമ്പുയർത്തി മുഖം അമർത്തി തുടയ്ക്കുന്ന ആളെ. നിൻ്റെ ഈ പ്രണയത്തിന് പകരം തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല കുട്ടി. പറയുമ്പോൾ ജിതൻ്റെ കണ്ടമിടറിയിരുന്നോ? അവൾ സംശയിച്ചു. എനിക്ക് ഈ ഒരാളുടെ പ്രണയം മാത്രം മതി. ഈ ഒരാളിങ്ങനെ ഒരിക്കലും വിട്ടുകളയാതെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചാൽ മതി. മറ്റെന്തിനേക്കാളും ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെയാണ് ജിതൻ, നിങ്ങളുടെ പ്രണയത്തെയാണ്. അതിന് നമ്മൾ ഒരുമിച്ച് ഒരേ കൂരയ്ക്ക് കീഴെ കഴിയണം എന്ന് പോലുമില്ല. പ്രണയിച്ചാൽ മതി, പ്രണയിച്ചാൽ മാത്രം മതി. ഒരു തരി പോലും വേറൊരാൾക്കായി പങ്കിട്ട് കൊടുക്കാതെ എന്നെ മാത്രം പ്രണയിച്ചാൽ മതി. നിങ്ങൾ വിവാഹിതനായാൽ പോലും എന്നെ അത് ബാധിക്കില്ല ജിതൻ. പക്ഷെ നിങ്ങളുടെ പ്രണയം അതെന്നും ഞാനായിരിക്കണം, ഞാൻ മാത്രമായിരിക്കണം. ഈ ഒരു കാര്യത്തിനെ എനിക്ക് സ്വാർത്ഥതയുള്ളൂ, ഞാൻ വാശി പിടിക്കുന്നുള്ളൂ. നിങ്ങളുടെ പ്രണയം അത് മറ്റൊരാളാകുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ജിതൻ. കണ്ണുനീരോടെ ഭ്രാന്തമായി പുലമ്പിയവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പുറത്ത് തട്ടിക്കൊടുത്ത് സമാധാനിപ്പിച്ചിരുന്നു അന്നയാൾ. കാലം വീണ്ടും മുന്നോട്ടുള്ള കുതിപ്പ് തുടരുന്നതിനിടയിൽ എപ്പോഴോ ഇരുവരും രണ്ട് ദിക്കിലേക്ക് വഴിമാറി സഞ്ചരിച്ചിരുന്നു. ജീവിതത്തിലെ കടമകൾക്കും കടപ്പാടുകൾക്കും പിറകെ പോയതുകൊണ്ട് ഇരുവരും ഒരുമിച്ച് ഒരേ ദിശയിൽ കണ്ടുമുട്ടാൻ പിന്നെയും ഏറെ കാലമെടുത്തു. അപ്പോഴും ഒളിമങ്ങാതെ ഇരുവരും പരസ്പരം ഇരു ഹൃദയങ്ങളിലും നിറഞ്ഞു നിന്നിരുന്നു. പക്ഷേ വിധിയുടെ കരങ്ങൾ അതിൻ്റെ ക്രൂരമുഖം അപ്പോഴേക്കും ഏറെക്കുറെ വെളിപ്പെടുത്തി തുടങ്ങിയിരുന്നു. ജിതനോടൊപ്പമുണ്ടായിരുന്ന കുറേയേറെ നല്ല ഓർമ്മകളിൽ പെട്ടിരുന്നതുകൊണ്ട് കാതങ്ങൾ താണ്ടി സ്വന്തം നാടെത്തിയതറിയാൻ അവൾ അല്പം വൈകിയിരുന്നു. എങ്കിലും ഇറങ്ങേണ്ട സ്റ്റേഷന് മുൻപേ തന്നെ അവൾ ഓർമ്മകളെ വിട്ട് ഉണർന്നിരുന്നു. ദീർഘനേരത്തെ യാത്രയ്ക്കൊടുവിൽ നീലാംബരിയുടെ മുറ്റത്ത് കാൽ കുത്തുമ്പോൾ മുമ്പെങ്ങുമില്ലാത്ത പോലൊരു കുളിർമ ഉള്ളിൽ പടരുന്നതറിഞ്ഞു. ഇരുവശത്തും മൈസൂർ മൈലാഞ്ചി നട്ടുപിടിപ്പിച്ച് മുറ്റത്തേക്ക് പാത തീർത്തത് ജിതൻ്റെ ആശയമായിരുന്നു. വെറുതെ നട്ടുപിടിപ്പിച്ചു എന്നതിലുപരി വൃത്തിയിൽ അവ വെട്ടി നിർത്തുന്നതും പരിപാലിക്കുന്നതും അയാളുടെ ശീലമായിരുന്നു. ആ ശീലത്തിൻ്റെ ഫലമായി മുറ്റവും പറമ്പും നിറയെ ചെടികളാണ്. മുറ്റത്തിൻ്റെ ഒരു കോണിൽ വെളുത്ത പന്നീർ പൂക്കൾ പോലെ വിരിഞ്ഞു നിൽക്കുന്ന ഗന്ധരാജൻ പൂക്കൾ, ഓറഞ്ച്, വെള്ള, വയലറ്റ് നിറങ്ങളിലുള്ള കനകാംബര പൂക്കൾ, പീതവർണ്ണത്തിൽ നിറയെ പൂവിട്ട് നിൽക്കുന്ന കമ്മൽ ചെടി. തൊടിയിലേക്ക് ഇറങ്ങുന്നിടത്ത് അതിര് തിരിച്ചിട്ടിരിക്കുന്നത് ചെമ്പരത്തി വേലി കൊണ്ടാണ്. രക്തവർണ്ണത്തിൽ നിറയെ പൂവിട്ട് നിൽക്കുന്ന ചെമ്പരത്തി ചെടി പതിവിലും സുന്ദരിയാണെന്ന് പത്മയ്ക്ക് തോന്നി. പല നിറത്തിൽ പൂവിടുന്ന വ്യത്യസ്തങ്ങളായ ചെമ്പരത്തികളാൽ സമൃദ്ധമായിരുന്നു ആ മുറ്റം. അതുപോലെ തന്നെ വെളുത്ത പുഷ്പങ്ങളോട് ജിതനെന്തെങ്കിലും പ്രത്യേക ഇഷ്ടമുണ്ടോ എന്ന് പോലും തോന്നിപ്പോകുന്ന തരത്തിലാണ് മന്ദാരവും കല്യാണ സൗഗന്ധികവും കുടമുല്ലപ്പൂക്കളുമെല്ലാം തഴച്ചു വളർന്നിരിക്കുന്നത്. ആ മുല്ലച്ചെടിയുടെ താഴെ മണ്ണിലായി തലേന്ന് വിരിഞ്ഞു പൊഴിഞ്ഞു പോയ പൂക്കൾ വയലറ്റ് നിറം പുരട്ടിയതുപോലെ ചിതറിക്കിടന്നിരുന്നു. അടുത്ത ഭാഗം നാളെ.